നല്ല മന്ത്രിയാണ്. ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മന്ത്രിയാണ് ഞങ്ങൾ. പുള്ളി മന്ത്രിയായതിനു ശേഷം നമുക്കൊരു വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല ഓക്കെ ആയിട്ട് പോകുന്നുള്ളൂ. എല്ലാ പ്രതിസന്ധിക്കും മാറ്റം പുള്ളി വരുത്തും എന്നുള്ളത് തന്നെ. മരുവെന്നല്ല, പുള്ളി വരുത്തും. ഇന്ത്യൻ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടന്തൻ ന്യായമാണ്, തട്ടാമുട്ടിയാണ്. പക്ഷെ പുള്ളി അങ്ങനെയല്ല, പുള്ളി എന്തിനും പരിഹാരം കാണുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ബസ് തൊഴിലാളികൾക്ക് ഉണ്ട്. പിന്നെ ഒരിക്കലും ദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. KSRTC മാത്രമല്ല, പ്രൈവറ്റ് ബസ്സിനും. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പൊ എന്തിനൊരു ഗുണമുണ്ടോ? നമുക്ക് ആ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞങ്ങൾക്ക് ഒരു KSRTCക്കും വരുന്ന സുവർണകാലം ഇനി തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിതീഷ് കുമാർ മന്ത്രി ആയാലേ, മന്ത്രി എന്നുള്ള എന്തിനും ഒരു പരിഹാരം കാണും. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഇതിക്ക് മുമ്പും പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ ആണെങ്കിലും എന്തിന്റെ KSRTC ആണെങ്കിലും അതിന് എന്ത് കാര്യത്തിനാണെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ട് പുള്ളി. നല്ലൊരു മെമ്പറാണ് മന്ത്രി എന്നുള്ളതിൽ. പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് ഇപ്പൊ പുള്ളി മന്ത്രിയായിട്ട് വന്നതിൽ ഒരു പ്രതീക്ഷയുണ്ട്, എന്ത് കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ KSRTC വെച്ച് KSRTCയുടെ പെൻഷൻ മറ്റു കാര്യങ്ങൾ ഒക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണ ഒരു മെമ്പർ. നേരത്തെ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നില്ല. പുള്ളിനെ കുറിച്ചൊരു മോശം അഭിപ്രായം പറയാൻ പറ്റൂല ഗണേഷ് കുമാറിനെ കുറിച്ച്. ഗതാഗതം സംബന്ധിച്ചുള്ള ലോറിയോ എന്താണെങ്കിലും എല്ലാത്തിനും പുള്ളി ഒരു നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു പരിഹാരം കാണുമെന്നുള്ളതാണ്. കണ്ടിട്ടുണ്ട് പുള്ളി. അതിനൊന്നും പിന്നോട്ട് പോകില്ല. ഇന്ത്യൻ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടന്തൻ ന്യായമാണ്, തട്ടാമുട്ടിയാണ്. പക്ഷെ പുള്ളി അങ്ങനെയല്ല, പുള്ളി എന്തിനും പരിഹാരം കാണുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ബസ് തൊഴിലാളികൾക്ക് ഉണ്ട്, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് ഉറപ്പായിട്ടുണ്ട്. നല്ല അഭിപ്രായം പറയാനുള്ളത് ഗണേഷ് കുമാറിനെ കുറിച്ച്. പുള്ളി മന്ത്രിയാണെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. കാരണം നാട്ടുകാരും പറയാനുണ്ട് എന്തിനൊരു പരിഹാരം കാണുമെന്നുള്ളത്. അത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. നേരത്തെയും KSRTC നോക്കി നടത്തിയ അന്നും വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ കൊണ്ടുപോയി. ഇനി അത് നല്ല രീതിയിൽ പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശമ്പളം എന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ നേരത്തെ മുതലൊരു ആഗ്രഹം പുള്ളി തന്നെ തരണമെന്നുണ്ടായിരുന്നു. ഇപ്പം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇത് ലാഭം ഉണ്ടാക്കും. ആ കാര്യത്തിലൊക്കെ പുള്ളി നല്ല ഇടപെടലുണ്ടാവും. നേരത്തെ നല്ല ഇടപെടലുണ്ടാവും. എല്ലാ ഫീൽഡിലും മെക്കാനിക്കൽ ജീവനക്കാരുടെ ഭാഗത്തിൽ എല്ലാ ഇവിടുത്തും പുള്ളിയുടെ സാന്നിധ്യം ഉണ്ടാവും. അത് 100% ഉറപ്പായിട്ടൊരു കാര്യമാണ്. അല്ലാതെ പുള്ളി ഓഫീസിൽ മാത്രം ഇരുന്ന് ഉള്ള പ്രവർത്തനമല്ല. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇനിയുള്ള സമയമെങ്കിലും ഞങ്ങൾ തൊഴിലാളിയുടെ ശമ്പളം കൃത്യമായിട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ പ്രതിസന്ധിക്കും മാറ്റം പുള്ളി വരുത്തും എന്നുള്ളത് തന്നെ. മരുവെന്നല്ല, പുള്ളി വരുത്തും. ഇതിനു മുന്നേ ഗണേഷ് കുമാർ മന്ത്രി KSRTC വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും ദോഷം വരാൻ സാധ്യതയൊന്നുമില്ല. അന്നും ഒരിക്കലും ദോഷമൊന്നും ഇല്ലായിരുന്നു. അന്ന് ലാഭത്തിൽ തന്നെ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ലായിരുന്നു. പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പ്രസ്ഥാനം തന്നെ കണ്ടില്ലേ. പ്രൈവറ്റ് KSRTC ബസ്സുകളെ മാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകളും ചെറിയ ലോക്കൽ റൂട്ടുകളിൽ പുതിയ പെർമിറ്റുകൾ അനുവദിക്കുകയും പുതിയ സർവീസുകൾ പുതുതായിട്ട് തുടങ്ങുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ട് സർവീസ് വരുമെന്ന് തന്നെയല്ലേ പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. KSRTC മാത്രമല്ല, പ്രൈവറ്റ് ബസ്സിനും. നമ്മുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ കളർ കോഡൊക്കെ ഒന്ന് മാറി കിട്ടുവാണെങ്കിൽ വലിയ സൗകര്യമായിരിക്കും. ഇത് വണ്ടി അങ്ങ് എന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുന്ന വണ്ടി, ഒരു സ്റ്റാൻഡിലോട്ട് തന്നെ ഇപ്പം പലയിടത്തോട്ട് പോകുന്ന വണ്ടികൾ ഒരേ കളറുള്ള ഒരു 5 വണ്ടി ഒരുമിച്ചെങ്കിലും ആൾക്കാർ ചിലപ്പം എല്ലാവരും നിന്ന് പ്രൈവറ്റ് ബസ് അയക്കുന്ന ആള് വിളിക്കും. ഇത് ഏത് വണ്ടിയൊക്കെ കരുത് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ സത്യം പറഞ്ഞ് എന്ത് കാര്യത്തിനാണ്? വല്ല പ്രയോജനമുള്ള കേസാണോ? ഈ പ്രൈവറ്റ് ബസ്സിന് മുഴുവൻ ഒരു ചുമല വണ്ടി, പച്ച വണ്ടി, നീല വണ്ടി ആർക്കെങ്കിലും കൊണ്ട് പ്രയോജനമുണ്ടോ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ വണ്ടികൾക്കും അവരുടെ കളറിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതിന് വെച്ചാൽ അവർ ഈ റൂട്ടിലുള്ള ആൾക്കാർ കാണുമ്പോൾ അറിയാം ഏതായാലും അങ്ങ് കയറിയച്ചാൽ മതി, നമ്മുടെ വണ്ടിയാ, ബോർഡ് പോലും നോക്കണ്ട. ഇപ്പൊ അതുമല്ല ആണോ? വണ്ടി കണ്ടു കഴിക്കുന്ന ഓരമ്മ മറ്റേ പിള്ളേരെ പോലെ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുമല്ലേ, വല്ല പ്രയോജനം ഉണ്ടോ? പിന്നെ ഉറപ്പായിട്ടും പുള്ളിയുടെ ദോഷം വരാൻ സാധ്യതയില്ല എന്തായാലും. പിന്നെ തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോഴത്തേക്കാളും നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ വന്നിട്ട് ശരിക്കും എല്ലാത്തിനും വ്യത്യാസം പറയാൻ ചെയ്യും. ബസ്സുകാരുടെ ഇപ്പൊ ഏറ്റവും ആക്സിഡന്റ് വന്നത് റോഡ് ഫീൽഡും എല്ലാം കൊണ്ട് ഒത്തിരി വ്യത്യാസം വരും. ഇപ്പൊ തന്നെ മോഡലിൽ 10 KSRTC റോഡ് സൈഡിലാണ്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാണ്ട് ഒരു വണ്ടി ടയർ റോട്ടിൽ കിടന്നു. അതുപോലെ ഇപ്പൊ പ്രൈവറ്റ് ബസ്സിന് സംഭവിച്ചിട്ട് 10 വണ്ടി ഭാഗത്ത് കിടക്കും ഇല്ലേ. കാക്കി 2 വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഒരു ഫോൺ എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം KSRTC സീറ്റ് ബെൽറ്റ് കണ്ടിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കൂടി കിട്ടില്ല 500 ഫൈൻ. ഇതെല്ലാം ഇപ്പൊ എല്ലാ KSRTC ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ഗണേഷ് കുമാർ ഇതെല്ലാം ഒരു പരിഹാരമാണ്. ഇതെല്ലാം ടിക്കറ്റ് ഫെയർ ആണെങ്കിലും പിള്ളേർ ചാർജ് ആണെങ്കിലും എല്ലാം കൊണ്ട് ഗുണമാണ്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പൊ ഇതിലൊരു ഗുണമുണ്ടോ? നമുക്ക് ആ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? പിണറായിനെ കൂടെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ലല്ലോ. നമുക്ക് ഉള്ളായിരത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമുക്ക് സത്യസന്ധതയുണ്ട്. ഒരു ഗുണമില്ലാണ്ട് നമ്മുടെ കാശിനെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ KSRTCയുടെ അവസ്ഥകളൊക്കെ ഒന്ന് മാറണമെന്ന് നമുക്ക് ആഗ്രഹമാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണ്ടത്തെ ഒരു കാര്യമുണ്ടല്ലോ, പുള്ളി നടത്തിയപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോയെന്നുള്ള എല്ലാവരുടെയും ഇടക്കാലം കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുള്ളി ഗണേഷ് കുമാർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളൊരു KSRTC രക്ഷപ്പെട്ടു പോയതിനെ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആ തോന്നൽ എല്ലാവരുടെയും മനസ്സിലുള്ള കാരണം അങ്ങനെ തന്നെ നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓഡിറ്റ് നടന്നു. പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ശമ്പള പ്രശ്നങ്ങൾ,
അതൊന്ന് മാറ്റി സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു വകുപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഉള്ള നല്ല വണ്ടി ബസ്സുകൾ ഇറക്കി പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് ചെയ്യുമെന്ന് കരുതുന്നു. നല്ല അഭിപ്രായം തന്നെ. പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്തും തുറന്നു പറയാം എന്നുള്ള ഒരു നല്ലൊരു മന്ത്രിയാണ്. എന്ത് കാര്യത്തിലും ഇടപെടുന്ന ആള് നിൽക്കാമെന്നുള്ളൊരു പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് വണ്ടി പിടുത്തങ്ങളില്ലായിരുന്നു. അങ്ങനെ വണ്ടി കുറവായിരുന്നു. തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന പുള്ളി നല്ല പക്ക ആളാണ്. പ്രതീക്ഷ പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ശകലം പ്രയോജനപ്പെടും. പ്രൈവറ്റ് ബസ്സിനൊക്കെ പ്രയോജനം എന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ്. കുറെ വണ്ടിയെല്ലാം പുള്ളി മാറിക്കഴിഞ്ഞപ്പോൾ പെർമിറ്റ് എല്ലാം പോയി. ഇപ്പൊ തന്നെ പുള്ളി ഉണ്ടായിരുന്ന 36,000 വണ്ടിയും കണ്ടുണ്ടായിരുന്നു. ഇപ്പൊ 8,000 പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ. നല്ല മന്ത്രിയാണ്. ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മന്ത്രിയാണ്. ഞങ്ങൾ ഡ്രൈവർമാരൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് പോകാൻ പറ്റും. ഒന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാഞ്ഞ് എന്ത് വന്നാലും ഞങ്ങളുടെ തലയിലായിരുന്നു. വേറെ ഒരു പുറകെ വന്നൊരു വണ്ടി മുട്ടിയാലും നമ്മുടെ പേര് കേസ് ഉണ്ടാകുമായിരുന്നു. നമ്മൾ നിർത്തിയിട്ടാണ് വണ്ടിയായിരിക്കും. അതിനും പുറകെ വന്ന് ബൈക്കുകാർ കാറുകാരൊക്കെ വന്ന് കയറിയാൽ ആവശ്യമില്ലാതെ കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുഴപ്പമുണ്ടാകില്ല. മന്ത്രിയും ഞങ്ങൾ പാവപ്പെട്ടവരെയൊക്കെ ഒരു കാര്യങ്ങൾ അറിയാവുന്ന ഒരു മന്ത്രിയാണ്. നല്ലൊരു മന്ത്രിയാണ്. നേരത്തെ നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതേ രീതിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണ്. കുറിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പുള്ളി മന്ത്രിയൊക്കെ ഒരു വണ്ടി ഓടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തൊഴിലാളികളല്ലേ, നമുക്ക് ജീവിക്കണ്ടേ. ഈ ഗണേഷ് കുമാർ മന്ത്രി സാറ് വരുമ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പുള്ളി ഇപ്പൊ മന്ത്രിയായിരിക്കുമ്പോ പഴയ ഭരണം കാഴ്ചവെക്കുമെന്ന് വിചാരിക്കും. അല്ല, അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോ പുള്ളി നല്ല ഇതായിരുന്നു. എല്ലാ ട്രാൻസ്പോർട്ടുകാരും പ്രൈവറ്റിനും നല്ല ഇതായിരുന്നു. തീർച്ചയായിട്ടും നല്ല ഗുണകരമായിരിക്കും. കാരണം പുള്ളിക്ക് ഗതാഗതത്തെ കുറിച്ച് അറിയാമല്ലോ. വണ്ടി ഓടിക്കാൻ അറിയാം. പണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ബസ് പ്രസ്ഥാനത്തിന് നല്ല ഗുണകരമായിരിക്കും. പുള്ളി മന്ത്രിയായതിനു ശേഷം നമുക്കൊരു വിശ്വാസമുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഓക്കെ ആയിട്ട് പോകുന്നുള്ളത്. ഇപ്പോഴും പുള്ളിനെ നമുക്ക് പുള്ളിനോട് ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ്. ആ പുള്ളിയുടെ ഒരു ആ സെറ്റപ്പ് കൊണ്ടാണത്. പുള്ളിയുടെ പെരുമാറ്റവും ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നിയത്. ഏതൊരു പുള്ളിയും ബസ്സിൻ്റെതായിട്ടുള്ള പുള്ളിയുടെ വണ്ടിയൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലം പുള്ളി അപ്പോൾ ഒരു വണ്ടീനെ മറ്റൊരു വണ്ടീനെ ഉപദ്രവിക്കാൻ പുള്ളി അംഗീകരിക്കില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഗുണമുണ്ടാവും, നമുക്കും ഗുണമുണ്ടാവും, വണ്ടിക്കാർക്കൊക്കെ ഗുണമുണ്ടാവും പുള്ളിയുടെ. അല്ല, പുള്ളി വന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ പുള്ളി നേരത്തെ ഇരുന്നപ്പോഴും നല്ല നമുക്ക് പ്രൈവറ്റ് വണ്ടിക്കും നല്ല സപ്പോർട്ടായിരുന്നു, ട്രാൻസ്പോർട്ടിനും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ അതുപോലെ വീണ്ടും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലല്ലോ, മോശമായിട്ടില്ല, നല്ല അഭിപ്രായം തന്നെയല്ലേ. പുള്ളിനെ കുറിച്ച് എന്താ, പുള്ളിയാണല്ലോ ഇത്ര ഇതാക്കിയത്. നമുക്ക് തന്നെ ഇപ്പൊ പോലീസുകാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അല്ല, അങ്ങനെ പോലീസിനെ കൊണ്ടുള്ള പിടുത്തം വെച്ചിട്ട് കുറയിപ്പിക്കാം, നമ്മളൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ പെർമിറ്റ് എന്തോരം പോട്ട് ചെയ്ത് പുതുക്കി കൊടുക്കാണ്ടും ഇത് ചെയ്തേക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടും പുതുക്കി കൊടുത്തു കഴിഞ്ഞാൽ, ലോങ് സർവീസ് പുതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. സർവീസ് ഗവൺമെന്റിന്റെ ടാക്സ് അടക്കല്ലേ. പിന്നെ 100% ഉറപ്പുണ്ട് പഴയതുപോലെ കൊണ്ടുവരുന്നുള്ള പഴയ സമയത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടന്ന് ഓടുന്നത്. പക്ഷെ ഒരുപാട് വണ്ടികൾ കൂടിയാണ് കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പഴയ സമയത്തൊന്നും ഓടിയെത്താൻ പറ്റുന്നില്ല. അതിനകത്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാര്യമാണ്. മന്ത്രി ഗണേഷ് കുമാർ ഏറ്റെടുത്ത നല്ല കാര്യമാണത്. വണ്ടികൾക്കൊക്കെ നല്ല ഇതായിട്ടാണ്, നല്ല സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. കാര്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നല്ല അഭിപ്രായമാണ്. നല്ല കാര്യപ്രാപ്തിയും ഇതുള്ളതാണ്. പുള്ളി എന്തായാലും നല്ല രീതി കഴിവ് തെളിയിക്കട്ടെ പുള്ളിയുടെ. ഇപ്പൊ പെർമിറ്റ് ഇഷ്യൂള്ള ഏറ്റവും വലിയ പ്രശ്നം അത് പുള്ളി പരിഹരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായമാണ്. മുമ്പ് ഉണ്ടായിരുന്ന അഭിപ്രായമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പെർമിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ തൊഴിലാളികളുടെ ഓരോരോ അവകാശങ്ങൾ കഴിഞ്ഞ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ പ്രവർത്തനം നല്ല പ്രവർത്തനമായിരുന്നു. ഇനി അതുപോലെ പ്രതീക്ഷിക്കണം. നമ്മൾ KSRTC ഒരുപാട് പ്രതിസന്ധി കിടന്നു പോണ കാരണം മന്ത്രി വരുമ്പോൾ ഒരു പുതിയ മാറ്റം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ സാലറിയുടെ കാര്യത്തിലായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലാണെങ്കിലും മന്ത്രിയുടെ വരവ് ഇപ്പോൾ ഒരു പുതിയ മാറ്റം കൊണ്ടുവരുന്നു തന്നെ പ്രതീക്ഷിക്കണം. മന്ത്രിയുടെ മനസ്സിൽ കുറച്ച് പദ്ധതികളുണ്ടെന്ന് മന്ത്രി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പദ്ധതികളൊക്കെ പയ്യെ പുറത്ത് വരുമ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷന് ഗുണകരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. വ്യക്തിപരമായിട്ടല്ല, നമ്മൾ പല ബസ്സിൽ പോകുമ്പോഴും പല ഡ്രൈവർമാരുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്കണമല്ലോ ദിവസവും. അപ്പോൾ പേരൻസ്, വയസ്സായ പേരൻസ്, അവരെ ചികിത്സിക്കാൻ പിള്ളേരുടെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഓരോ മാസം ഓരോ ഡേറ്റിലാണ് ഇപ്പം എല്ലാവരും ലോൺ ഇല്ലാത്തവരില്ല ഇതിനകത്ത്. അപ്പോൾ ഓരോ ഡേറ്റിൽ ഇങ്ങനെ ലോൺ കൊടുക്കുന്ന ലോണിൻ്റെ
തിരിച്ചടവിന്റെ സമയത്ത് അത് മുടങ്ങിയിട്ട് അവർ പിന്നെ പിഴപ്പലിശ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത്. അതൊക്കെ മാറി ഞങ്ങൾക്കും ഒരു KSRTCക്കും ഒരു സുവർണകാലം ഇനി തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം.